കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. സദൃശവാക്യങ്ങൾ 28 അതിൻ്റെ 1-ാമത് വാക്യം. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹീതമായൊരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും ഭാരമെന്ന് തോന്നുന്ന ഒരു മേഖലയാണ് ദുഷ്ടന്മാർ, അല്ലേ? ദുഷ്ടത പ്രവർത്തിക്കുന്നവരൊക്കെ നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. പലപ്പോഴും ഈ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെയോ ഇല്ലെങ്കിൽ ദുഷ്ടന്മാരെയോ ഓടിക്കുവാൻ വേണ്ടി ഇല്ലെങ്കിൽ അതിനെ നിർമൂലനം ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ട്, അല്ലേ? പല രീതിയിലാണ് അത് നമ്മൾ ചെയ്യുന്ന ഈ കാലത്ത്. അപ്പം എന്നാൽ എങ്ങനെയാണ് ഇവർ ഓടിപ്പോകുന്നത്? ബൈബിൾ പറയുന്നു, ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ എന്ത് ചെയ്യും? ഓടിപ്പോകുവാൻ തക്കവണ്ണം ഇടയാ. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക്, ദൈവത്തിൻ്റെ വിടുതലുകൾക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദൈവിക ക്രിയ വെളിപ്പെടുന്നതിന് ദൈവത്തിൻ്റെതായ ഒരു കാലമുണ്ട്. ആ സമയത്ത് ചില മേഖലകൾ ഓടി മറയുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇസ്രായേൽ ജനം 400-ലധികം വർഷം മിസ്രൈമിൻ്റെ അടിമകളായി പാർക്കേണ്ടി വന്നു. അവർ നിലവിളിക്കാഞ്ഞിട്ടല്ല, കരയാഞ്ഞിട്ടല്ല, പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല. അവരുടെ പ്രാർത്ഥന വളരെ ശക്തമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നതിനൊരു സമയമുണ്ട്. ആ സമയമായപ്പോൾ സ്തോത്രം, ദൈവം തൻ്റെ ദാസനായ മോശയെ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ അയച്ച് മിസ്രൈമിൻ്റെ മണ്ണിൽ നിന്ന് അവരെ വിടുവിപ്പാനും അപ്പോൾ തന്നെ ഫറവോനെയും അവൻ്റെ കൂട്ടാളികളെയും സ്തോത്രം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം തകർച്ചയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുവാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചതിനകത്തൊരു കാലം ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ചിന്തയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും മാനുഷിക ദുഷ്ടന്മാരോ ഇല്ലെങ്കിൽ പൈശാചിക ദുഷ്ടപ്രവർത്തികളോ നമുക്കതിനെ പലപ്പോഴും പൊന്തി വരാറുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ നമുക്ക് ജയത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് തന്നെയാകണം. അതാണ് ബൈബിൾ പറയുന്നത്, ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. നമ്മൾ പലപ്പോഴും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിനു വേണ്ടി ചെയ്യാറുണ്ട്, അല്ലേ? എന്നാൽ എന്നെ കേൾക്കുന്ന ഈ മക്കളെ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുകയാണ്. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവകരമുണ്ട്. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ പറയാം, ആരും അതിനുവേണ്ടി റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, ആരും അതിനുവേണ്ടി ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം ദുഷ്ടന്മാരെ ഓടിപ്പാൻ തക്കവണ്ണം ഇടവരും. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? സിംഹത്തിന് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. സിംഹം എന്ന് കേൾക്കുമ്പോഴേ മനുഷ്യനും മറ്റു മൃഗങ്ങൾക്കും ഭയമാണ്. അതാണ് അതിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇതുപോലെയാണ് നീതിമാന്മാരെന്ന് പറയുന്നത്. നീ നീതിമാനാണെങ്കിൽ നീ പേടിക്കേണ്ട ആവശ്യമില്ല. നീതിമാൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ സകല പേരും സകല ആൾക്കാരും സ്തോത്രം ഭയപ്പെടും. അതാണ് ബൈബിൾ പറയുന്നത്, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കും. നമ്മുടെ പേടി, നമ്മുടെ ഭയം അത് നമ്മളെ വിട്ട് മാറണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നീതിമാനായിരിക്കും. നീ പിശാചിനെ പേടിക്കുന്നെങ്കിൽ, പിശാചിൻ്റെ പ്രവൃത്തികളെ നീ പേടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നീ നീതിമാനല്ല എന്നാണ്. സ്തോത്രം. അതുകൊണ്ട് നീതിമാനായിരുന്നാൽ ഒന്നിനെ, രോഗത്തെയോ പൈശാചിക ശക്തികളെയോ ആഭിചാരങ്ങളെയോ മന്ത്രവാദങ്ങളെയോ ഒരു ദുഷ്ടപ്രവൃത്തികളെയും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ തരത്തിൽ ദൈവം നമ്മെ നീതിമാനാക്കി നിർത്തുവാൻ തക്കവണ്ണം ശക്തനാണ്. ആ തരത്തിൽ ആത്മീക ഭൗതിക ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയിൽ മറച്ചാട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.